അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക്. അടുത്തതായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. അതിനുശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇതിലെ ഈ മുട്ടയുടെ ബാറ്റർ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആ മുട്ട മതിയാകും നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അഥവാ നമുക്ക് പോരാന്നുണ്ട്, മാവ് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് പാൽ ചേർത്ത് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കത്തി വെച്ച് ഇതിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്കിത് ലോ ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. അതിനായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ് എണ്ണയിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.